ഏകൈകശ്ചൗഘബലാൽ ഇമാൻ പുരുഷസത്തമാൻ കോന്യപ്രതിസമാസേന കാലാന്തകയമാദൃതേ യേതേനാധ്യവസായേന തത്തോയമവഗാഢവാൻ ഗാഹമാനശ്ച തത്തോയം അന്തരിക്ഷാൽ സശുശ്രുവേ അഹം ബക ശൈവലമത്സ്യഭക്ഷോ മയാനീത പ്രേതവശം തവാനുജാഃ ത്വം പഞ്ചമോ ഭവിതാ രാജപുത്ര ന ചേത് പ്രശ്നാൻ പൃച്ഛതോ വ്യാകരോഷി മാതാത സാഹസം കാശീർമമ പൂർവപരിഗ്രഹ പ്രശ്നാനുക്ത്വാദു കൗന്ദേയ തത് പിബ ഹരസ്വ ച. നിലത്തു വീണുകിടക്കുന്ന ചാപബാണങ്ങൾക്കരികിൽ നിശ്ചലരായി മരിച്ചു കിടക്കുന്ന അർജുനനെയും ഭീമനെയും നകുല സഹദേവന്മാരെയും കണ്ടിട്ട് യുധിഷ്ഠിരൻ ദീർഘനിശ്വാസം ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചു. അത്യന്തം ബലവാന്മാരായ ഇവരിൽ ഓരോരുത്തരെയും എതിർക്കുവാൻ ശക്തനായി യമനൊഴികെ വേറെ ആരുണ്ട്? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് യുധിഷ്ഠിരൻ ആകാശത്തു നിന്നും ഈ വാക്കുകൾ കേട്ടു. ഞാൻ ചെറുമത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന കൊക്കാണ്. നിന്റെ അനുജന്മാരെ ഞാനാണ് പ്രേതലോകത്തിലേക്ക് അയച്ചത്. അല്ലയോ രാജൻ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ അങ്ങ് അഞ്ചാമനായി അവരെ പിന്തുടരും. സാഹസമരുത്. പണ്ട് മുതൽക്ക് ഈ ജലാശയം എൻ്റെ അധീനത്തിലാണ്. ചോദ്യങ്ങൾക്കുത്തരം നൽകിയിട്ട് വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യാം. രുദ്രാണാം വാ വസൂനാം വാ മരുതാം വാ പ്രധാനഭാഗ് പൃച്ഛാമി കോ ഭവാൻ ദേവോ നൈതച്ഛ കുനിനാ കൃതം ഹിമവാൻ പരിയാത്രശ്ച വിന്ധ്യോ മലയ ഏവ ച ചത്വാര പർവതാഖേന പാദിതാ ഭുവി തേജസ അതീവതി മഹത്കർമ്മ കൃതം ബലവതാം വര അന്നദേവാന ഗന്ധർവ നാസുരാ ന ച രാക്ഷസ വിഷഹേരൻ മഹായുദ്ധേ കൃതം തേ തന്മഹാദ്ഭുതം ന തേ ജാനാമി യത്കാര്യം നാഭിജാനാമി കാംക്ഷിതം കൗതൂഹലം മഹജ്ജാതം സാധ്വസം ചാഗതം മമ യേനാസ്മി ഉദ്വിഗ്നഹൃദയ
समपन्नशिरोज्वर पृच्छामि भगवंस्तस्मात् को भवानिह तिष्ठति. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ആരാണ്? രുദ്രന്മാരുടെയോ വസുക്കളുടെയോ മരുത്തുക്കളുടെയോ നായകനാണോ? ഒരു പക്ഷിക്ക് ഒരിക്കലും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. ഹിമവാൻ, പാരിയാത്രം, വിന്ധ്യൻ, മലയം എന്നീ 4 പർവ്വതങ്ങളെ ഏത് തേജസ്വിയാണ് വീഴ്ത്തിയത്? അല്ലയോ ബലവാന്മാരിൽ ഉത്തമനായവനെ, ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ പോരിൽ താങ്ങുവാൻ കഴിയാത്ത ഇവരെ പോരിൽ വീഴ്ത്തി അങ്ങ് ചെയ്ത കാര്യം മഹാത്ഭുതം തന്നെയാണ്. ഇതിൽ ഭവാന്റെ പങ്കെന്തെന്നോ അഭീഷ്ടമെന്തെന്നോ എനിക്കറിയില്ല. എൻ്റെ മുൻപിൽ നിൽക്കുന്ന അങ്ങ് ആരാണ്? Pizza,